എന്താ സംഭവിച്ചത്? അപ്പോഴാണ് ഒരാൾ അവിടെ ഇരിക്കുന്നത്. അയാൾ സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ട ആളാണ്. അയാൾ തെങ്ങിന്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അയാളുടെ കൊച്ചു കുഞ്ഞിനെ കടലെടുക്കൊണ്ട് പോകുന്നത് നോക്കിക്കൊണ്ട് കിടന്നൊരു മനുഷ്യനാണ്. കടലെടുക്കൊണ്ട് പോയി, ഒന്നും ചെയ്യാനില്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടി തെങ്ങെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അത് കുഞ്ഞിനെ കൊണ്ട് കടലിൽ പോകുന്നത് നോക്കിക്കൊണ്ട് കിടക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. നമ്മള് പണ്ട് കാലത്ത് മത്ത് പിടിക്കാൻ വല ഇറങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള വലക്കണ്ണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ വലിയ മത്തി കിട്ടുന്ന വലകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഉപയോഗിക്കുന്ന വലയുടെ കണ്ണി എങ്ങനെയുണ്ട്? മറ്റ് കുഞ്ഞുങ്ങളെ മുഴുവൻ പെറുക്കണില്ലേ? പെറുക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സുനാമി പെറുക്കും. വേറെ കാര്യമൊന്നുമില്ല. കടലിലെ മീനിന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവസരം കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യന്റെ കുഞ്ഞുങ്ങളെ പ്രകൃതി പെറുക്കിക്കൊണ്ട് പോകും. ചിത്രശലഭങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ വേണ്ടി ഒരു 5 ഇല അവർ തിന്നാൽ അതിൽ കൂടുതൽ സങ്കടപ്പെടണ്ട. മനസ്സിൽ അപ്പോൾ 5-6 വട്ടം വരണം. കുറേയൊക്കെ തിന്നു പോട്ടെ. മനുഷ്യന് വേണ്ടി മാത്രമായി പ്രകൃതി ഒന്നും സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് കൂടിട്ട് കായകൾ എടുത്തോളുക, ബാക്കി മറ്റുള്ളവർക്കുള്ളതാണ്. സകല ജീവജാലങ്ങൾക്കുമായി ആണ് ഇവിടെ സൃഷ്ടി നടക്കുക. അവരെയും കൂടി നിലനിർത്തിക്കൊണ്ടേ നമുക്ക് പോകാൻ പറ്റൂ. നമുക്ക് മാത്രമായിട്ട് ഒരു ജീവിക്കാൻ നിലവാരമില്ല. കൂടുതൽ നട്ടോളൂ. നമ്മൾക്ക് വേണ്ടതിന്റെ 10 മടങ്ങ്. നിങ്ങൾ വെറും 1.5 മണിക്കൂർ ഡെയിലി പണിയെടുത്താൽ അവിടെ വളരും. അതിന്റെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതിന്റെ എത്രയോ ഇരട്ടി ബാക്കിയുള്ളവരെ കൂടി സംരക്ഷിക്കേണ്ട, നമ്മുടെ കീഴിലുള്ള സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത മനുഷ്യന്റേതാണ്. ആ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. വേണ്ട ഭക്ഷണം ഉണ്ടാക്കുക സകലർക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഒരു സോമാലിയയിൽ പോലും ഒരു കുഞ്ഞു പട്ടിണി കിടക്കേണ്ടി വരില്ല. സോമാലിയയിൽ സൂര്യപ്രകാശം വീഴുന്നില്ലേ? സൂര്യപ്രകാശം വീഴില്ലേ? അവിടെ വീഴുന്ന സൂര്യപ്രകാശത്തെ അവിടെ വീഴുന്ന സസ്യം കൊണ്ട് പിടിച്ചെടുത്ത് ആവാഹിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർത്ത് വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. ഇതിന്റെ ആ അറിവ് അവരിലേക്ക് എത്തണം. കേരളത്തിൽ നിന്നും സോമാലിയയിൽ വരെ ജൈവകൃഷിയുടെ അറിവ് എത്തുകയും ഒരു കുഞ്ഞ് പട്ടിണി കിടക്കുകയും ചെയ്യരുത്. ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യൻ പട്ടിണി കിടക്കരുത്. അതാണ് നമ്മളുടെ ലക്ഷ്യം. അല്ലാതെ കൃഷി ചെയ്ത് കാശുണ്ടാക്കാനല്ല ലക്ഷ്യം. ഈ ഭൂമുഖത്ത് ഒരു കുഞ്ഞു പട്ടിണി കിടക്കരുത്, ഒരു ജീവിയും പട്ടിണി കിടക്കരുത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു തളിരല്ല നാം വിട്ടാൽ ഒരു ജീവിക്ക് ഭക്ഷണം, ഒരു ചെടി വേറൊരു ജീവിക്ക് ഭക്ഷണം, അതിലുണ്ടാകുന്ന മറ്റൊരു ജീവിക്ക് ഭക്ഷണം, സകലർക്കും ഭക്ഷണം. അതോടൊപ്പം പട്ടിണിയില്ലാത്ത ലോകം, പട്ടാളമില്ലാത്ത ലോകം, അതിരുകളില്ലാത്ത ലോകം. ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നോ ചൈനയെന്നോ അമേരിക്കയെന്നോ യാതൊരു അതിരുകളും ഇല്ലാതെ, പട്ടാളമില്ലാത്ത പട്ടിണിയില്ലാത്ത ഒരു ലോകം വിഭാവന ചെയ്തുകൊണ്ട് സകലർക്കും വേണ്ടി പണിയെടുക്കുന്ന ഒരു സമൂഹമായി ജൈവകർഷകർ മാറണം. അപ്പോഴേ നമുക്കും സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു വീട്ടില് നിറയെ നെല്ലുണ്ട്, പത്താഴത്തിലിട്ടിരിക്കുകയാണ്. ചുറ്റും 15 അടി പൊക്കത്തിൽ മതിലുണ്ട്. ഗേറ്റിൽ ഗൂർഖ കാവൽ നിൽപ്പുണ്ട്. ഇവിടെ പത്താഴത്തിൽ നിറച്ച് നെല്ലും കിടപ്പുണ്ട് എന്നിരിക്കട്ടെ, എന്നിരിക്കുന്നു. ചുറ്റുവട്ടത്തുള്ള സകല വീടുകളും പട്ടിണിയാണ്. സകല വീടുകളും പട്ടിണിയാണ്. ഈ പട്ടിണിയായ സകല മനുഷ്യർക്കും അറിയാം ഇവിടുത്തെ വീട്ടിലെ പത്താഴത്തിൽ നെല്ല് കിടപ്പുണ്ട് എന്ന്. എങ്കിൽ അധിക നാൾ ഈ പത്താഴത്തിൽ ഈ നെല്ല് കിടക്കുമോ? കിടക്കില്ല. ഈ മതിൽ കവഞ്ഞെത്തുന്നവരെ വെടിവെക്കുമോ? വെടിവെച്ച് കൊടുക്കും. എന്നാ തീരുവോ? തീരില്ല. എല്ലാവർക്കും ഭക്ഷണം. അതിനായിട്ട് നമ്മൾ പണിയെടുക്കുക, ആ അറിവ് പകർന്നു കൊടുക്കുക, പങ്കുവയ്ക്കുക, ഭക്ഷണം ഉണ്ടാക്കി പങ്കുവയ്ക്കുക. വഴികൾ ഇവിടെ ഉണ്ട്. വഴികൾ സുഖമായ വഴിയുണ്ട്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കി എല്ലാവർക്കുമായിട്ട് ജീവിതം നമ്മൾ സമർപ്പിക്കുക. സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കണം. നമ്മുടെ ജീവിതം കളഞ്ഞ്, ഞാൻ എൻ്റെ കൂട്ടത്തിൽ വന്ന് സകലരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സാമൂഹ്യ പ്രവർത്തനം സ്വന്തം വീടും നാടും കളഞ്ഞാവരുത്. സ്വന്തം വീടും നാടും ഒരുപോലെ രക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക്
സാമൂഹ്യ സേവനം നടത്തി നമുക്ക് മുന്നോട്ട് പോകണം. പങ്കുവയ്ക്കുക എന്ന് പറയുന്ന ഒരു ആശയം, സമ്പത്ത് പങ്കുവയ്ക്കുക, അറിവ് പങ്കുവയ്ക്കുക. വിദ്യാധനം സർവധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും. ഇത് വിദ്യയുടെ കാര്യം മാത്രമല്ല, സമ്പത്തിന്റെ കാര്യം, സമയത്തിന്റെ കാര്യം. നമുക്കിപ്പോൾ ഒട്ടുമില്ലാത്തതാണ് സമയം, ഇല്ലേ? ഒന്നിനും സമയമില്ല. സമയവും കൊടുക്കും തോറും ഏറിടും, യാതൊരു സംശയവും വേണ്ട. സമ്പത്ത് കൊടുക്കും തോറും ഏറിടും, വിദ്യാധനം സർവധനാൽ പ്രധാനം, കൊടുക്കും തോറും ഏറിടും. സ്നേഹം പങ്കുവയ്ക്കുക, സന്തോഷം പങ്കുവയ്ക്കുക, സങ്കടം പങ്കുവയ്ക്കുക, സകലതും പങ്കുവയ്ക്കുക. പങ്കുവയ്ക്ക് ജീവിക്കുന്ന ഒരു സമൂഹമായി മനുഷ്യർ തമ്മിലുള്ള പങ്കുവയ്ക്കൽ മാത്രമല്ല കേട്ടോ, സകല ജീവജാലങ്ങളുമായി സകലതും. ഒരു ജീവിയുടെ സങ്കടം നമ്മളുടെയും സങ്കടമായി നമുക്ക് മാറണം. ഒരു ജീവി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സങ്കടമാണ്. ഒരു മനുഷ്യൻ, ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ, ഈ ഭൂമി ഇത്രയും നല്ല അനുകൂലമായ സാഹചര്യം നരകിക്കാനുള്ളതല്ല. നരകിച്ച് കഷ്ടപ്പെട്ട് പ്രാഗി ജീവിക്കുന്ന സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു. ഒരാൾ മറ്റൊരാളെ പ്രാഗി, മറ്റൊരാൾ പഴിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് തീർക്കുന്ന ഒരു ജീവിതം. ഇതല്ല ഭൂമി. പ്രകൃതിയുടെ നിയമം മനസ്സിലാക്കി ആഘോഷത്തോടെ ജീവിക്കേണ്ട ഭൂമിയാണിത്. അങ്ങനെ അല്ല എങ്കിൽ പ്രകൃതിയുടെ കുഴപ്പമല്ല, പ്രകൃതിയുടെ കുഴപ്പമല്ല, ദൈവത്തിന്റെ കുഴപ്പമല്ല, കുഴപ്പം നമ്മുടെ തന്നെയാണ്. വേറെ ആരുടെയും കുഴപ്പമല്ല, മനുഷ്യന്റേതാണ്. മനുഷ്യൻ തെറ്റുതിരുത്താൻ തയ്യാറാവുക, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രകൃതി നിയമാനുസൃതമായി ജീവിക്കാൻ തുടങ്ങുക. എന്നാണോ അങ്ങനെ ജീവിക്കുന്നത് അന്ന് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും സമാധാനത്തോടെ പിരിഞ്ഞു പോകാൻ പറ്റൂ. അതിനുവേണ്ടി കൂടി കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുക, നിരീക്ഷിക്കുക, കൂടുതൽ കൂടുതൽ നിരീക്ഷിക്കുക, നമ്മുടെ കുട്ടികളെ നേരായ വഴിക്ക് വഹിക്കുക. ഒരു കാര്യം നമ്മൾ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ സമൂഹം ഓരോ തലമുറ കഴിയുന്തോറും പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് പൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് അധിക നാൾ പോകാനാവില്ല. നമുക്ക് റിവേർട്ട് ചെയ്തേ പറ്റൂ, റീജനറേഷൻ നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ സകല മനുഷ്യരും ചെഞ്ചിങ് ടു ക്യാൻസർ ആണ്. പേടിപ്പിക്കാൻ പറയല്ല, റിയാലിറ്റിയാണ്. ചെഞ്ചിങ് ടു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഡീജനറേഷൻ. മണ്ണിന് സംഭവിച്ചത് മനുഷ്യന് സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന് താങ്ങാനാവുന്നതിനും അപ്പുറത്ത് വിഷം ഓരോ മനുഷ്യരുടെയും ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരടി മുന്നോട്ട് പോകാനാവില്ല. ജൈവകൃഷി വേണോ വേണ്ടയോ എന്ന് അവരവർക്ക് തീരുമാനിക്കാം. ഒരു ക്യാൻസർ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഐലൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ ഭാഷയാണെന്നറിയുക. മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ആ മുന്നറിയിപ്പോൾ വായിച്ചെടുക്കണം. ഓരോ മുന്നറിയിപ്പുകളും നമ്മൾ വായിച്ചെടുക്കണം. വായിച്ചെടുത്തിട്ട് തെറ്റിതിരുത്താൻ നമ്മൾ തയ്യാറാവണം. ഇതിനാണ് നമ്മളുടെ കൂട്ടായ്മ. നമുക്ക് രാജ്യം കെട്ടിപ്പിടക്കണ്ട, അധികാരത്തിൽ കയറുകയും വേണ്ട, കസേരയൊന്നും വേണ്ട, ഒരു കസേരയിലും അവിടെ കയറിയിരുന്നിട്ട് ഭരിക്കുകയൊന്നും വേണ്ട, യാതൊരു ആവശ്യമില്ല. സുഖമായിട്ട് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഇതിനുള്ള വഴി ജൈവകൃഷി തരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അടിസ്ഥാനപരമായി മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഇതിന് ആവും, ഇതിലൂടെ സാധ്യമാവും. ഇത് ബാക്കിയുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യങ്ങളാണ്. ഭക്ഷണം, അന്നം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും ശരിയായി കഴിക്കുന്ന അന്നവും കറക്റ്റ് ചെയ്യണം. ഇതിലെല്ലാം നമുക്ക് ഒരുമിച്ച് പണിയെടുക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എത്ര സമയമായി? മണി എത്രയും 12:45. കുറച്ച് സമയമുണ്ട്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങൾ കുറിച്ചു കൊണ്ടുവരാം, അതിന് ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ആര്? മനസ്സിലായി? കൂടുതൽ കുളിപ്പിക്കാൻ പാടില്ല. കൂടുതൽ കുളിപ്പിക്കുക. പുളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പുളി എന്ന് പറഞ്ഞാൽ അസിഡിക്കാണ്. കേരളത്തിന്റെ മണ്ണ് അസിഡിക്കാണ്. കുളിപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? വീണ്ടും അസിഡിറ്റി കൂടും. അതിനനുസരിച്ച് അത് pH കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് അസിഡിക് സിറ്റുവേഷനിൽ വളരുന്ന സൂക്ഷ്മജീവികളുണ്ട്, അവരായിരിക്കും അവിടെ വരിക. കുറച്ചു നാൾ പ്രശ്നങ്ങളുണ്ടാവില്ല, കുറച്ചു നാൾ കഴിഞ്ഞാൽ 100% പ്രശ്നം വരും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്ത് നോക്കിയാൽ മതി, ഇക്കോളജിയുടെ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ? നമ്മളുടെ ശരി തെറ്റുകൾ വിവേചിച്ച് നമ്മൾ തന്നെ അറിയണം.
ഇക്കോളജിയുടെ നിയമം നമ്മൾ പാലിക്കുന്നുണ്ടോ, നമ്മുടെ കർമ്മങ്ങളിൽ ഇക്കോളജി നിയമത്തിന് വിരുദ്ധമായി വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇക്കോളജി അനുസരിച്ചാണെങ്കിൽ ശരിയാണ്, യാതൊരു സംശയവും വേണ്ട. ഇക്കോളജി നിയമ ലംഘനമുണ്ടോ, തെറ്റാണ്. എലി എന്ത് ചെയ്യണം? എലി പെരുകിയിരിക്കുന്നു. എന്താ കാര്യം? എലിയുടെ ബയോളജിക്കൽ കൺട്രോളായ ചെന്നായ പട്ടിക്ക് മൃഷ്ടാനം ചോറ് കൊടുക്കും, പൂച്ചക്ക് കൊടുക്കും. പട്ടിക്കും പൂച്ചക്കും നന്നായിട്ട് നമ്മൾ തിന്നുന്നതിനേക്കാളും കൂടുതൽ ഭക്ഷണം വേവിച്ചു കൊടുത്തിട്ട് അവനെ കട്ടിലേൽ കിടത്തി ഉറക്കിയാൽ അവൻ എലി പിടിക്കില്ല. അവനാണ് എലിയെ പിടിക്കേണ്ടത്, പൂച്ചയാണ് എലിയെ പിടിക്കേണ്ടത്, പഞ്ചച്ചേരയാണ് എലിയെ പിടിക്കേണ്ടത്, വെള്ളിമുങ്ങയാണ് എലിയെ പിടിക്കേണ്ടത്. ബയോളജിക്കൽ കൺട്രോൾ വരേണ്ടതാണ്. പക്ഷേ അത് ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു പരിപാടി നടപ്പിലാക്കി, എലി നിവാരണ പദ്ധതി. പഞ്ചായത്തിലെ സകല വീടുകളിലും എലി വിഷവും കൊടുത്ത്, പെട്ടിയും കൊടുത്ത് സകലവും വെച്ചു. എലിയും പിടിക്കും, ഒരാഴ്ച അടുപ്പിച്ച് പിടിക്കണമെന്നുള്ളതാണ്. അതിന് 2 ദിവസം വിഷമില്ലാത്ത ഭക്ഷണം വെക്കണം. വിഷമില്ലാത്ത ഭക്ഷണം വെക്കുക, 3-ാം ദിവസം മുതൽ വിഷമുള്ളത് വെക്കുക, പെട്ടി കൂട്ടുക, എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചു. മറ്റേതിനേക്കാളും 10 എലി ഇപ്പോഴും ഉണ്ട്. തീരില്ലവര് ഇതിന്റെ നാച്ചുറൽ ബയോളജിക്കൽ കൺട്രോൾ കൊണ്ടുവരണം. എലിയെ പിന്നെ അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഇടപെടണം. അതിന് എലിപ്പെട്ടി വെക്കണം, അടിപ്പനുണ്ട് മേടിക്കണം. ഒരു 3 തരത്തിലുള്ള കെണികൾ കണക്കുക. ഒരേ തരം കെണിയിൽ എലി വീഴില്ല. 3 തരത്തിലുള്ള കെണി. ഇന്ന് വെച്ച ഭക്ഷണം നാളെ വെക്കരുത്. ഇന്ന് തേങ്ങ വെച്ചെങ്കിൽ നാളെ കപ്പ വെക്കണം, മറ്റന്നാൾ മത്തി വെക്കണം. തീറ്റ മാറണം, കെണികൾ മാറണം. മാറിക്കൊണ്ടിരുന്നാൽ നമുക്ക് കുറെ എണ്ണത്തിന് പിടിച്ചു തീർക്കാം. മുഴുവൻ തീർക്കാമെന്ന് വിചാരിക്കണ്ട, കുറെ എണ്ണത്തിന് പിടിച്ചു തീർക്കാം. ഒരു എലിയ കെണിയിൽ കിട്ടിയാൽ പറ്റുമെങ്കിൽ അതിന്റെ വാലും കാലും മുറിച്ചെടുത്തിട്ട് എലി വരുന്ന വഴികളിൽ ഇട്ടേക്കുക. കാക്കയെ ഓടിക്കാൻ നമ്മൾ നെല്ല് ഉണക്കുമ്പോൾ കാക്കയെ ഓടിക്കാൻ എന്താ ചെയ്യുക? കാക്കയുടെ തൂവലെടുത്ത് വെക്കും, ഇല്ലേ? അതേമാതിരി തന്നെ എലിയെ ഓടിക്കാൻ പറ്റിയ പരിപാടിയാണ് അതിന്റെ വാലും കാലും മുറിച്ചെടുത്ത് അവരുടെ വന്ന അതിരുകളിൽ ഇടുക. ഒപ്പം എവിടെയെങ്കിലും ഒരു എലിയുടെ മാളമുണ്ടെങ്കിൽ ഈ ചത്ത എലിയെ ആ മാളത്തിനകത്തേക്ക് വടികൊണ്ട് കുത്തിക്കയറ്റി ചവിട്ടിയടച്ചേക്ക്. വേറെ കുഴിപിടിച്ച് മൂടരുത്. ഏതെങ്കിലും ഒരു മാളത്തിലേക്ക് വടിവെച്ച് കുത്തി അകത്ത് കയറ്റിയിട്ട് മാളം അടച്ചേക്കുക. ആ മാളത്തിന്റെ പരിസരത്ത് പിന്നെ അവനുണ്ടാവില്ല. അതിനകത്തുള്ള കുഞ്ഞുങ്ങളും തള്ളയൊക്കെ കടന്നോളും. പിടികിട്ടിയില്ലേ? പെരേടകത്ത് വന്നു. പെരേടകത്ത് കയറി. പെരേടകത്ത് എലി എന്താ വരാൻ കാര്യം? പെരേടകത്ത് എലി ഭക്ഷണം മൂടി വെക്കണം. ഭക്ഷണത്തിന്റെ തരികളൊന്നും വീടിനകത്ത് കിടക്കരുത്. വീട് വൃത്തിയാക്കിയിടണം. പെരക്കാത്ത എലി വരില്ല. ഒരു പ്രാവശ്യം ഒരു എലി വരുമ്പോൾ അവർക്ക് ഒരു തരം ഭക്ഷണം കിട്ടിയാൽ പിറ്റേ ദിവസം വരുവരും. അവർ വരിക മാത്രമല്ല, അവരെ കൂട്ടുകാരെ വിളിച്ചിട്ട് വരും. ആര്? സകലെടുത്ത് എലി പെരുകില്ല. കുഞ്ഞിക്കുരല്ല, മഞ്ചാടി. പഞ്ചായത്ത് ആണെങ്കിൽ നമ്മള് അരിയിൽ അക്ഷരം വിടുന്ന അക്ഷരം തെറ്റില്ലാതെ നമുക്ക് പോകുന്ന കൊമ്പ് മനസ്സിലായി. എന്നോട് കൊമ്പ് ഓർത്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയും, അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ലെന്ന് പറയും. അറിയാവുന്നതുകൊണ്ട് ഇനി എന്റെ അറിവ് അറിവിലേട് മാറ്റാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ അരി മറിച്ച് ഉണ്ണിക്കുരുവിൽ എഴുതുന്നതായിരുന്നു, അല്ലെങ്കിൽ പഞ്ചാടിയിൽ എഴുതുന്നു. പഞ്ചാടിയിൽ ജീവൻ, അരിക്കാണെങ്കിൽ ജീവന്, അതേസമയം നെല്ലിനകത്തേക്ക് ജീവനുണ്ട്. അതേസമയത്ത് മുസ്ലിമാര് നമ്മുടെ മഞ്ഞപ്പില്ലെന്ന സാധനമുണ്ട്, അതിന് ജീവനുള്ളതാണ്. അതിലെന്തായാലും വ്യത്യാസം? ഈ അരിയിൽ എഴുതിക്കുന്നതിന് കുറെ തെറ്റിദ്ധരിക്കരുത്. എന്റെ അടുക്കൽ ചോദിക്കുന്നത് ഒരു പേടിയും വേണ്ട, എന്തും ചോദിക്കാം. കാരണം ജീവൻ എന്ന പ്രതിഭാസത്തെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അരി, നെല്ല് പൊളിച്ചതാണ് അരി. അരി പൊടിക്കണമെന്നുള്ളതല്ല, നെല്ല് പൊളിച്ചതാണ് അരി, അല്ലേ? വേവിക്കില്ലല്ലോ, വേവിക്കില്ല, അത് പൊളിഞ്ഞു പോയെന്നല്ലേ ഉള്ളൂ. ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ തലങ്ങൾ പഠിപ്പിക്കും ഞങ്ങൾ.